എടാ എസ്തപ്പാനോസേ, ആ ഗംഗാധരൻ ഇതുവഴി എങ്ങാനും വന്നോടാ. അയ്യോ, ഭാര്യയുടെ കാശ് നീ അയാൾ വന്ന് തീർത്തില്ലേ? തന്നില്ല. ആ മരങ്ങോടിനെ കണ്ടാൽ ഞാൻ ചുട്ടുകളയും. ബോട്ട് പറഞ്ഞു. ഇന്ന് പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം പറഞ്ഞത്. എന്റെ ബോട്ട് നീ ഒളിച്ചിരിക്കായിരുന്നല്ലേടാ. ഇങ്ങോട്ട് എഴുന്നേക്കടാ ചതിയ. അത് നോക്കി, എന്റെ വോട്ടാ വരുന്നത്. അതെനിക്കറിയാം. എന്റെ കാശാദ്യങ്ങള്. ഈ സാബാണൊരു പാവമാണ്. ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? 1.5 ലക്ഷം രൂപ. വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ. എന്നാലും കാശ് ബാക്കി നിൽക്കിയല്ലേ? കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞങ്ങൾക്ക് തരും. അപ്പൊ എത്ര രൂപയായി? 3 ലക്ഷം. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ബാക്കി എത്ര? 25,000. 25,000 രൂപ സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പ തരും? എപ്പ തരും? ഞാൻ തരാം. തരാന്ന് പറഞ്ഞ എപ്പ തരും എന്ന് പറയാ. ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത്? ഓക്രിത്രം പറഞ്ഞാലുണ്ടല്ലോ ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ. ഒറ്റ മീൻ പോലും ഇല്ലേ? രമണ, ഇതെന്താണ് മത്സ്യകന്യക? മത്സ്യകന്യകൻ. രമണ, നീ എന്തായി പറയുന്നത്? ഇത് ഡെഡ് ബോഡി അല്ലേ? ഡെഡ് ബോഡിയാ? ഇതാ ആര് പറഞ്ഞ ഡെഡ് ബോഡിയാണെന്ന്? ആ ചെകളെ വിളിച്ചൊന്ന് നോക്കിയേ, ജീവനുണ്ട്. ഞാനിപ്പോ പഞ്ചാബിനോട് എന്ത് പറയും? ഇതിനെന്തിനാ പഞ്ചാബിനോട് പറയണത്? ഇതിനെ ആശുപത്രി കൊണ്ടോ മുതലാളി പോരെ. ചതിച്ചല്ലോടാ നീ. ആദ്യത്തെ വലയടിച്ചതില് വീണത് ഇവനാ. ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു. നന്നായി. ആ പഞ്ചാബികളുടെ വോട്ട് പിടിച്ചെടുക്കുമെന്ന് കരുതി എവിടെ കൊണ്ട് നേട്ടാൻ പറഞ്ഞത്? ബോട്ടടിപ്പിച്ച പഞ്ചാബി ഉണ്ടോ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബോട്ടടിപ്പിക്കാൻ മുതലാളി സമ്മതിച്ചിട്ടില്ല. പുറം കടലിൽ ഞാൻ കണ്ണീര് കുടിക്കുന്നു. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ. എന്താ ഷോട കുടിക്കാൻ വേണ്ടി പുറകടലിൽ ഞാനൊരു പെട്ടിക്കൂടെ നോക്കണം. ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ വയലിൽ പച്ച ചെമ്മീനെ ഞാൻ കഴിച്ചത്. ഇപ്പൊ കുളവാഴം വന്നിട്ടുണ്ട്. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ? കടം മേടിച്ച കൊടുക്കൂല. മുതലാളി ചെത്തി പുറകോട്ട് പോണ്. ചെത്തി പുറകോട്ട് പോണല്ലടാ, വോട്ട് മുമ്പോട്ട് പോണ്. ഇതെന്ത് മറിമായം? വോട്ട് പോകും. വെള്ളത്തിൽ ചേർന്നാ. ഞാൻ വെള്ളത്തിൽ ചാടിച്ചെത്തേണ്ട കാര്യം? വോട്ട് പോയില്ലേ? എന്റെ ദൈവമേ, ഈ മുടിച്ചവൻ കാലെടുത്ത് വെച്ചാലും പ്രശ്നമാണല്ലോ. പാവ, അവനൊരു മൂങ്ങനല്ലേ മുതലാളി, ഒന്നും ചെയ്യണ്ട. പിന്നെ ഞാനും ചെയ്യടാ. മുതലാളി, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു തീരുമാനമായില്ലേ? ഇപ്പോഴെങ്കിലും ഒന്നും മിണ്ടാതിടവുമേ. എന്ത് പറ്റി രമണ?